എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ വർഷം നമ്മൾ എവിടെ എത്തണം എന്നുള്ള കാര്യം നിങ്ങളോട് രനീഷ് ഷെയർ ചെയ്തിട്ടുണ്ടാവും. 2047 ഇതിൻ്റെ പ്രത്യേകത എന്താ? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 100 വർഷം തികയുന്ന വർഷം. ആ വർഷം കമ്പനി എവിടെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് കമ്പനിയുടെ മാനേജ്മെന്റ് തീരുമാനമെടുക്കും. നിങ്ങൾക്ക് എയിം ചെയ്യാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ബിസിനസ് നല്ലതുപോലെ പെർഫോം ചെയ്യും. അതിന് നമ്മുടെ ഓരോരുത്തരുടെയും പുറകിൽ നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് എവിടെയാണ് നമ്മുടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എവിടെയാണ്. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ മനുഷ്യരെ 2 തരത്തിൽ നിങ്ങൾ കേട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ 2 തരത്തിലുണ്ട്? എന്തൊക്കെയാണ്? എങ്ങനെ ജീവിക്കും? ക്രിയേറ്റീവായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ സർവൈവൽ മോഡ് ജീവിക്കാം. സർവൈവൽ മോഡും ക്രിയേറ്റീവ് മോഡും. സർവൈവൽ മോഡ് ജീവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. മൃഗങ്ങളെല്ലാം അങ്ങനെ ജീവിക്കുന്നത് സർവൈവൽ മോഡിൽ. എങ്ങനെയാണ്? അതായത് എന്താ പറയുക? അവരെന്താ പറയുന്നത്? ഇന്നെങ്ങനെയെങ്കിലും കഴിഞ്ഞു പോയാൽ മതി. അതിൽ നിന്ന് നമ്മൾ മാറിയേ പറ്റുള്ളൂ. സെയിൽസിലുള്ളവർ ഒരു കാരണവശാലും സർവൈവൽ മോഡ് ജീവിച്ചാൽ പറ്റില്ല. സൃഷ്ടിപരമായിട്ട് ക്രിയേറ്റീവായിട്ട് നമ്മൾ ജീവിക്കണം. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് അതിന് എന്താ തടസ്സമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. എന്താണ് ക്രിയേറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നതിന് എനിക്കുള്ള തടസ്സങ്ങൾ എന്താണ്? എന്ത് തടസ്സമായിട്ട്? കാരണം ഇത് നമ്മുടെ വ്യക്തിപരമായ വളർച്ചയുടെ കാര്യമാണ്. കമ്പനിയുടെ വളർച്ചയ്ക്കൊപ്പം നമ്മുടെ ഓരോരുത്തരും മുന്നോട്ട് പോകണമെന്ന് നമ്മുടെ വളർച്ചയിൽ നടക്കണം. ആ വളർച്ച എന്ന് പറയുന്നത് എന്താ? ഒരു സെൽഫ് ഡെവലപ്മെന്റ് അതിൻ്റെ കൂടെ ഉണ്ടാവും. നമ്മൾ ഓരോരുത്തരെയും വളർച്ചയായിട്ട് മാറും. ആ ഓരോരുത്തരെയും വളർച്ചയായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ സർവൈവൽ മോഡിലായി. കാരണം നമ്മുടെ ജീവിത രീതി, നമ്മൾ ജീവിച്ചു വന്ന രീതിയിലൊക്കെ നമ്മൾ പലപ്പോഴും സർവൈവൽ മോഡിലായിരിക്കും. നമ്മുടെ എക്സ്പീരിയൻസുകളെല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നവരാണ്. പക്ഷെ ആദ്യം നമ്മൾ ഈ ക്രിയേറ്റീവ് മോഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കംഫർട്ട് സോണിൽ നമ്മൾ പുറത്തു വന്നേ പറ്റുള്ളൂ. നമ്മുടെ അവയർനെസ് നമ്മൾ വർദ്ധിപ്പിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാനായിട്ട് സാധിക്കും. നമ്മളെ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. ആ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വളർന്ന് വരാനായിട്ട്, വെളിയിൽ വരാനായിട്ട് സാധിക്കും.